കെറ്റാമലോൺ ഡാർക്ക് വെബ് ലഹരി കേസിലെ ആദ്യ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേസിലെ ഒന്നാം പ്രതി എഡിസൺ ഓർഡർ ചെയ്തിരുന്ന ലഹരിമരുന്ന് സ്വീകരിച്ചിരുന്നത് യുകെയിലുള്ള സന്ദീപാണ്. കെറ്റാമലോൺ ഡാർക്ക് വെബ് ലഹരി കേസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കേസിലും കുറ്റപത്രം സമർപ്പിച്ചു. മുഖ്യപ്രതി എഡിസൺ ബാബു, സുഹൃത്ത് അരുൺ, ഇവരുടെ സഹപാഠികളായിരുന്ന സന്ദീപ്, ഹരികൃഷ്ണൻ എന്നിവരെ പ്രതികളാക്കിയ ആദ്യ കേസിലെ കുറ്റപത്രം നേരത്തെ NCB സമർപ്പിച്ചിരുന്നു. ഈ കുറ്റപത്രത്തിലാണ് എഡിസൺ അന്താരാഷ്ട്ര കാർട്ടലുകളുമായി ബന്ധമുള്ള ലെവൽ 4 ലഹരി കച്ചവടക്കാരനായിരുന്നുവെന്ന് NCB പറയുന്നത്. എഡിസൺ ഓർഡർ ചെയ്തിരുന്ന ലഹരിമരുന്ന് സ്വീകരിച്ചിരുന്നത് യുകെയിലുള്ള സന്ദീപാണ്. പിന്നീട് പാക്കി മാറ്റിയ സന്ദീപാണ് ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചത്. ക്രിപ്റ്റോ കറൻസി സാധാരണ കറൻസിയാക്കി വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള 4ാം പ്രതി ഹരികൃഷ്ണനാണ്. എഡിസണിന് കെറ്റാമിൻ എത്തിച്ചു നൽകിയത് വാരാണസി സ്വദേശിയായ പ്രദീപ് ഭായ് എന്നയാളാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 85 ലക്ഷം രൂപ വിലമതിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ്, 1.5 കോടി രൂപ വിലയുള്ള ക്രിപ്റ്റോ കറൻസി, ഇടുക്കിയിലെ സ്വത്തുവകകൾ എന്നുൾപ്പെടെ 3 കോടിയോളം രൂപ വില വരുന്ന വസ്തുക്കളാണ് എഡിസണിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുള്ളത്. ഓസ്ട്രേലിയയിലേക്ക് കെറ്റാമിൻ കയറ്റി അയച്ച കേസിൽ എഡിസന്റെ ഉറ്റ സുഹൃത്തുക്കളും പാഞ്ചാലിമേടുള്ള സൺസെറ്റ് വാലി റിസോർട്ട് ഉടമകളായിരുന്ന KV ഡിയോൾ, ഭാര്യ അഞ്ജു എന്നിവർക്കെതിരായ രണ്ടാമത്തെ കേസിലും NCB കുറ്റപത്രം സമർപ്പിച്ചു. ഈ കേസിൽ എഡിസൺ 3ാം പ്രതിയാണ്. അതേസമയം എഡിസന്റെ കെറ്റാമലോൺ ലഹരി ശൃംഖലയുമായി ദമ്പതികൾക്ക് ബന്ധമില്ലെന്നാണ് NCB കണ്ടെത്തൽ. മീഡിയ 1 കൊച്ചി.